ഇത്തവണത്തെ ക്രിസ്മസിന് നല്ല സോഫ്റ്റ് വട്ടയപ്പവും താറാവും മപ്പാസും കൂടെ ആയാലോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മപ്പാസും സോഫ്റ്റ് വട്ടയപ്പമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. വട്ടയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഇതിനു മുമ്പ് പല തവണ ഇട്ടിട്ടുണ്ട്. താറാവും മപ്പാസാണെങ്കിലും ഇത്തവണ നമ്മൾ താറാവും മപ്പാസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വട്ടയപ്പത്തിനുള്ളത് തയ്യാറാക്കി വെക്കാം. അപ്പോൾ വട്ടയപ്പത്തിനുള്ള അരി തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുക്കുക. 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ കൊത്തിയെടുത്തിരിക്കുകയാണ് കേട്ടോ. കറുത്ത ഭാഗം വരാതിരിക്കാൻ വേണ്ടി കൊത്തിയെടുത്തു എന്നേ ഉള്ളൂ. അതിലേക്ക് ഇനി ചോറ് ചേർത്ത് കൊടുക്കണം. 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ചോറ് ചേർക്കുന്നത്. നമ്മളിവിടെ കപ്പി കാച്ചുന്നൊന്നുമില്ല. കപ്പി കാച്ചുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ചോറ് ചേർത്ത് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കി വരുമ്പോൾ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും. കപ്പി കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏതളവിനാണോ അരി എടുത്തത് ആ അരിക്ക് തന്നെ 1.5 ഗ്ലാസ്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. നമ്മൾ മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല, അതുപോലെ അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും വേണം. ഇത് കണ്ടോ, മാവിൽ ഒട്ടും തന്നെ തരിയില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇതുപോലെ മാവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമായാലും വട്ടയപ്പമായാലും കിട്ടുകയുള്ളൂ. നമ്മൾ ഈ ഒരു ബാറ്റർ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പവും വട്ടയപ്പവും ഒക്കെ റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഈസ്റ്റ് റെഡിയാക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ചെറിയ ചൂടുള്ള വെള്ളം എടുക്കണേ. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരും. ഇതിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കൈ വെച്ച് തന്നെ ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. നമ്മുടെ അപ്പം അത്രയും സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് പൊളിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ 1 കിലോ താറാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് താറാവിൻ്റെ ആ ഒരു മണം അത്രയും അങ്ങ് ഇഷ്ടമല്ല, ഒരു മക്ക് മണം കാണും. അത് പോകാനായിട്ട് വിനാഗിരിയിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകുമാണ് ചേർക്കുന്നത്. 1 സ്പൂൺ വീതമാണ് കുരുമുളക് പൊടിയും ഉപ്പും എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആ താറാവ് കറി വെക്കുമ്പോൾ ഉള്ള ആ ഒരു താറാവിൻ്റെ ആ മക്കും മണമൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് വിനാഗിരി കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് ചതച്ചെടുക്കണം. ഒരു 20ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 അല്ലിയോളം വെളുത്തുള്ളി, 2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി, 1 സ്പൂൺ വീതം കുരുമുളകും പെരിഞ്ജീരകവും കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം. ഒരു 2 തവണ പൾസ് ചെയ്തെടുത്താൽ മതിയാവും, അരഞ്ഞു പോവണ്ട. ഇതുപോലെ കിട്ടിയാൽ മതി. കുക്കറിലാണ് കേട്ടോ നമ്മൾ താറാവ് വേവിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും നമുക്കത് വെന്ത് കിട്ടാനായിട്ട്. കുക്കർ ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ഇഞ്ച് നീട്ടത്തിലുള്ള പട്ട, ഒരു 7-8 ഗ്രാമ്പൂ, ഒരു 4 ഏലക്ക ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മസാലയുടെ മണം വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ ആ മസാല ചേർക്കാം. ചതച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ, ആ മസാല ചേർക്കാം. ഇനി 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ആ ചതച്ചെടുത്ത ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ സവോളയാണെങ്കിൽ നമുക്ക് 2 സവോള ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടൊരു 3 പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം കൂടി ഒന്ന് വഴറ്റിയാൽ മതി. സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ബ്രൗൺ കളറിലേക്ക് ആവണ്ട. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണിനടുത്ത് കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മുടെ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ മൂത്ത് ആ മസാലയുടെ നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ താറാവ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടോ ഈ താറാവിൻ്റെ കളറൊക്കെ പതുക്കെ ഒന്ന് മാറി വരും. ഈ സമയത്ത് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ. 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1ാം പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ആ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത 2ാം പാലാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
മീഡിയം ഫ്ലെയിമിൽ എന്തായാലും ഒരു 3 വിസിൽ വേണ്ടി വരും നമുക്കിത് വേവാനായിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ആ താറാവിൻ്റെ മൂപ്പനുസരിച്ചിരിക്കും കേട്ടോ ഇത്. ഇപ്പോൾ ഒരു 3 വിസിലാണ് എനിക്ക് വേണ്ടി വന്നത് ഈ താറാവ് ഒന്ന് വെന്ത് കിട്ടാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വീഡിയോ ഒക്കെ എടുക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ ഈ പാത്രം മാറ്റിയെന്നേ ഉള്ളൂ. പാത്രം മാറ്റണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊരു 3/4 വറവാവുന്നത് വരെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ മപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഉരുളക്കിഴങ്ങിനും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് മപ്പാസൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചേർക്കും. ഇപ്പോൾ നമ്മുടെ താറാവൊക്കെ നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു 3 മിനിറ്റ് നേരം കൂടെ നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റി കിട്ടും. ഇപ്പോൾ നമ്മുടെ മപ്പാസൊക്കെ ഒന്ന് കുറുകിയിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1-ാം പാൽ, അതുകൂടെ ചേർക്കാം. തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്തിട്ട് പിന്നെ തിളയ്ക്കാനായിട്ട് വിടണ്ട കേട്ടോ. തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഉപ്പ് നമ്മൾ തുടക്കത്തിൽ 1 സ്പൂൺ താറാവ് മാരിനേറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഞാനൊരു 1/2 സ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കേട്ടോ. നമ്മുടെ ഈ മപ്പാസിനൊന്ന് രുചി കൂട്ടാനായിട്ട് കുറച്ച് സവോള വറുത്തിടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ സവോള വറുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി വറുത്തതും അതുപോലെ കശുവണ്ടി വറുത്തതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിനി ഞാൻ കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് ഇളക്കിയെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ഉള്ളിയും കശുവണ്ടിയൊക്കെ വറുത്തിടുന്നത് നമ്മുടെ മപ്പാസിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് അപ്പായിട്ടോ വട്ടയപ്പായിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ ചുട്ടെടുക്കാം. ഇതുപോലെ വീർത്തിരിക്കുന്ന മാവ് വല്ലാതെ കുത്തി ഇളക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മുകളിൽ നിന്ന് മാവ് കോരി വേണം നമ്മൾ അപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടുക. ഇതുപോലെ മാവ് കിട്ടിയാൽ നമ്മൾ വട്ടയപ്പമായിട്ട് ചുട്ടാലോ അല്ലെങ്കിൽ വെള്ളയപ്പമായിട്ടോ എങ്ങനെ വേണമെങ്കിലും, അതല്ല ദോശക്കല്ലയിൽ വേണമെങ്കിലും നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിനി വട്ടയപ്പമായിട്ട് ചുട്ടെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ച് ആവി കയറ്റിയെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് എടുക്കുമായിരിക്കും നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആ സമയം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ആ മാവിൻ്റെ കട്ടിക്കനുസരിച്ച് കുറച്ച് സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. നന്നായിട്ട് ആറിയ ശേഷം ഇത് വിടിയിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ കൂട്ടിയിടാം കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് വട്ടയപ്പം ഉണ്ടാക്കി വെറുതെ 4 മണിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ നമ്മളൊരു 3-4 സ്പൂൺ പഞ്ചസാര കൂടെ കൂട്ടിയിട്ട് നമുക്ക് 4 മണി പലഹാരമായിട്ടും ഇതുപോലെ തന്നെ വട്ടയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് വട്ടയപ്പവും അതുപോലെ താറാവും മപ്പാസും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്